ഇതാണ് നമ്മുടെ ചാവക്കാട് സബ് ജയിൽ. ഞങ്ങൾ വന്നിട്ടുള്ളത് ചാവക്കാട് സബ് ജയിലിലേക്കല്ല കേട്ടാ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്വന്തം മെഹന്തി വെഡ്ഡിങ് മാള്. നിങ്ങളെൻ്റെ എല്ലാ വീഡിയോസും ശ്രദ്ധിച്ച് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം മെഹന്തി വെഡ്ഡിങ് മാളിനെ കുറിച്ച്. ഇവർ നമ്മുടെ ക്ലയൻ്റാണ്. ഏകദേശം 8 വർഷത്തോളമായി ഞാൻ ഇവരുടെ കൂടെ വർക്ക് ചെയ്യണു. നിങ്ങളീ കാണുന്ന വഞ്ചിയും ഹാപ്പി ഓണവും ഇതൊക്കെ എൻ്റെ വർക്കാണ് കേട്ടോ. ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് മെഹന്തിയിലേക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഓണം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം സെയിൽ കൂടാണ്ട് ഇവിടെ ഒരു റോയൽ വെഡ്ഡിങ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. 30% വരെ വെഡ്ഡിങ് സാരീസിന് ഡിസ്കൗണ്ട് ഉണ്ട്. അത് കൂടാണ്ടും വേറെ ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെല്ലാം പുറമെ ലക്കി ഡ്രോയിലൂടെ വിജയിക്കുന്നവർക്ക് ഫ്ലൈറ്റ് ടു മലേഷ്യ എന്നിട്ടൊരു കിട്ടില്ല മലേഷ്യൻ പാക്കേജും ഓഫർ ചെയ്യുന്നുണ്ട്. ദീപും അമ്മയും സംസാരിച്ച് നിൽക്കുന്നത് എൻ്റെ പാപ്പനോടാണ്. പാപ്പൻ അബുദാബി എയർപോർട്ടിലായിരുന്നു. അവിടെ നിന്ന് റിട്ടയറായി പോകുന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി സ്റ്റാഫാണ്. ഈ കാണുന്ന വർക്കൊക്കെ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴേ ദീപുവിനൊരു കൗതുകം. ദീപു ഒന്ന് തൊട്ട് നോക്കട്ടെ എന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്താ തൊട്ടോന്ന് ഞാനും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഓണം ഷോപ്പിംഗ് ആണ്. പിന്നെ എന്താ നിങ്ങളിങ്ങനെ പുറത്ത് കിടന്ന് തിരിയണേന്ന് വെച്ചാൽ ഈ നടന്നു വരുന്ന കുഞ്ഞുമേമ ഉണ്ടല്ലോ, മേമേനെ കാത്ത് കയറുന്നേ. മേമയുടെ വീട് ചാവക്കാട് അടുത്ത് തിരുവത്രയിലാണ്. അപ്പോൾ മേമേനെ കൂടി വിളിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വൈകിപ്പോയതിനുള്ള കാര്യങ്ങളും കാരണങ്ങളൊക്കെ നേരത്തെ ആയിരുന്നു മേമയും കൂടി ഉണ്ടെങ്കിലേ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉഷാറ് വരുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഓണം ഷോപ്പിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരാളെയും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് നഹാസ് ഭായ് ഈ സ്ഥാപനത്തിൻ്റെ നമ്മുടെ കൊച്ചു മുതലാളിയാണെന്ന് പറയാം. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നഹാസ് ഭായ് കൃത്യമായിട്ട് ഫീഡ്ബാക്ക്സ് പറയട്ടോ. നമ്മളൊരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാറുണ്ടെങ്കിലും നഹാസ് ഭായിനെ പോലെ സപ്പോർട്ടീവും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒരാളെ കിട്ടുക എന്ന് പറയണത് കുറച്ച് പ്രയാസമാണ്. ഇതാണ് വിഷ്ണു ഇവിടുത്തെ ഓൾ ആൻഡ് ഓളാണ്. മെഹന്തിയിലേക്ക് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് വിഷ്ണുവാണ്. അമ്മയും ദീപുവും മേമൊക്കെ അവിടെ ഇരുന്ന് കാല് കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ നഹാസ് ഭായിയോട് ബായ് പറഞ്ഞിട്ട് ഒരു കൂട്ടിനെ വിഷ്ണുവിനെയും കൂട്ടി നേരെ മെഹന്തി വെഡ്ഡിങ് മാളിൻ്റെ അകത്തേക്ക് കയറി. എൻ്റെ അമ്മയ്ക്ക് 4 സഹോദരിമാരാണ്. അതായത് മൊത്തത്തിൽ എനിക്ക് 5 അമ്മമാരാണുള്ളത്. കഴിഞ്ഞ ഓണത്തിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നിന്ന് മെഹന്തിന്ന് തന്നെ 5 പേർക്ക് ഓണക്കോടി എടുക്കാൻ പറ്റി. അപ്പോൾ ഇത്തവണയും അത് റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ദീപും മേമയും അമ്മയും കൂടിയിട്ട് വിഷ്ണുവിൻ്റെ കൂടെ ഓണക്കോടി എടുക്കാൻ മേലേക്ക് കയറി. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു പൂക്കളം കണ്ടു. അപ്പം തന്നെ ഒരു ഓണം വൈബ് അങ്ങോട്ട് സ്റ്റാർട്ടായി. ആദ്യം തന്നെ എൻ്റെ അമ്മമാർക്കുള്ള 5 സാരി അങ്ങോട്ട് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ടാസ്ക് അങ്ങോട്ട് അവസാനിച്ചു എന്ന് പറയാലോ. ഏകദേശം 60 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് മെഹന്തി. പണ്ട് ഞാൻ +1 ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഡ്രസ്സൊക്കെ വളരെ കുറവായിരുന്നു. അപ്പം അന്ന് എൻ്റെ രണ്ടാമത്തെ വല്യമ്മയായിട്ടുള്ള പ്രഭമ്മ ഞാൻ വിളിക്കുക. എൻ്റെ പ്രഭ വല്യമ്മ എനിക്ക് കുറേ ഡ്രസ്സ് മെഹന്തിന്ന് വാങ്ങി തന്നിരുന്നു. അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് മെഹന്തിയിലേക്ക് വരുന്നത്. നല്ല കളക്ഷനും പിന്നെ നല്ല ബിഹേവിയറുള്ള ചേച്ചിമാരൊക്കെയാണ് ഇവിടെ സ്റ്റാഫായിട്ടുള്ളത്. അമ്മയ്ക്ക് വല്യമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ. അങ്ങനെ അമ്മമാർക്കുള്ള ഓണക്കോടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, ദീപുവിന് ഓണത്തിനൊരു സെറ്റ് സാരി എടുക്കണമെന്ന്. നല്ല ഭംഗിയാണ് ദീപുവിന് സാരി എടുത്ത് കാണാൻ. പക്ഷെ എന്താ ചെയ്യുക, ദീപുവിന് സാരി എടുക്കാൻ അറിയില്ലേ. മേമയും അമ്മയും ദീപുവിന് സാരി എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയായിരുന്നു. അപ്പം എന്തായാലും ഇത്തവണ ഓണത്തിന് ദീപുവിനൊരു സെറ്റ് സാരി എടുക്കാമെന്ന് വിചാരിച്ചു. ഓണം സ്പെഷ്യലായിട്ട് കുറേ വെസ്റ്റേൺ സ്റ്റൈൽ ടോപ്സും പല രീതിയിലുള്ള ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കല്യാണത്തിനും വെഡ്ഡിങ് സാരീസൊക്കെ വാങ്ങിയത് മെഹന്തിയിൽ നിന്ന് തന്നെയാണ്. നല്ല രീതിയിലുള്ള കളക്ഷൻ അത്യാവശ്യം റീസണബിളായിട്ടുള്ള പ്രൈസിങ്ങിൽ ഇവിടെ നിന്ന് കിട്ടും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ കല്യാണത്തിൻ്റെ പർച്ചേസൊക്കെ നോക്കുമ്പോൾ വെറുതെ കുറേ വില കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഡ്രസ്സുമ്പോൾ തൊട്ട് തന്നെ ചെയ്യുള്ളൂ. നമ്മുടെ അടുത്ത് റീസണബിൾ റേറ്റിൽ കിട്ടുമ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ദൂരെ പോയി വാങ്ങണേ. നമ്മുടെ വീഡിയോ കാണുന്ന പലരും പറയാറുണ്ട്, ദീപുവിന് എന്താ അധികം ടോപ്പ് ഇതില്ലേ, എപ്പോഴും ഒരേ ഡ്രസ്സ് തന്നെയാണല്ലോ ഇടണേന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്കും ദീപുവിനും ഡ്രസ്സിനോട് അങ്ങനെ ഭ്രമമൊന്നുമില്ല. ഞങ്ങളൊരു ഡ്രസ്സ് തന്നെ ഒരുപാട് തവണ ഇടും. ആവശ്യത്തിനുള്ള ഡ്രസ്സ് വേണം, അത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നിപ്പോൾ ഓണായിട്ട് ദീപുവിന് 1-2 ടോപ്പും പിന്നെ ഷോളും എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്.
അങ്ങനെ ദീപുവിനും അമ്മമാർക്കുള്ള പർച്ചേസ് കഴിഞ്ഞ് ഞാൻ നേരെ പാപ്പന്മാർക്കുള്ള മുണ്ടും ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ പാപ്പൻ എന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് അച്ഛൻ്റെ അനിയനാണെന്ന്. അല്ല, എൻ്റെ അമ്മയുടെ 2 അനിയത്തിമാർ, അവരുടെ ഭർത്താക്കന്മാരെയാണ് ഞാൻ പാപ്പാന്ന് വിളിക്കുന്നത്. കുട്ടിക്കാലത്ത് അവരൊക്കെ എത്ര മിഠായിയും കളിപ്പാട്ടങ്ങളും എന്തൊക്കെയാണ് വാങ്ങി തന്നിരിക്കണേ. ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇതുപോലെ കൊടുക്കാൻ പറ്റാന്ന് പറയുമ്പോൾ, അതും പ്രത്യേകിച്ച് ഈ ഓണ സമയത്ത് ഒരു ഓണക്കോടിയൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റാന്ന് പറയണ തന്നെ നമ്മുടെ ഭാഗ്യമല്ലേ. സെലക്ഷനൊന്നും അധികം സമയം ഞാൻ എടുത്തില്ല. എനിക്കിഷ്ടപ്പെട്ട ഷർട്ടും അതിനൊത്ത 2 മുണ്ടും അങ്ങോട്ട് വാങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ അനിയത്തിയുടെ ഉണ്ണി പുപ്പൂനുള്ള ഡ്രസ്സ് വാങ്ങാനായിട്ട് ഞങ്ങൾ കിഡ്സ് സെക്ഷനിൽ പോയി. അവിടെ ചെന്നാൽ കൺഫ്യൂഷനാവും. നല്ല രീതിയിൽ ഒരുപാട് ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പുപ്പു നല്ല ഭംഗിയുള്ള ഉണ്ണിയായതുകൊണ്ടേ ഏത് ഡ്രസ്സ് ഇട്ടാലും അതിന് നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നുകയും ചെയ്യും. പുപ്പുവിന് ഒരു ഉടുപ്പും പിന്നെ 1-2 ടീഷർട്ടൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ബില്ലടിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മയും മേമയും കൂടിയിട്ട് ഇവിടെ എടുത്ത ഡ്രസ്സിനെ പറ്റിയുള്ള റിവ്യൂ മീറ്റിങ്ങിലാണ്. ദീപു ആണെങ്കിലോ അവരുടെ വർത്തമാനം കേട്ട് എന്നോട് ചിരിക്കുകയായിരുന്നു. മെഹന്തിയിലെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷ്ണുപ്രോൻ്റെ വണ്ടിയിൽ മെഹന്തി ഫെയറി ടൈൽസിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. നോർത്ത് ബൈപ്പാസിലാണ് ഫെയറി ടൈൽസിൻ്റെ ഷോപ്പ് വരുന്നത്. വിഷ്ണുപ്രോ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക്. ഈ ഒരു ചൂടത്ത് നടന്നു പോകാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. ഈ മെഹന്തി ഫെയറി ടൈൽസ് നമ്മൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, മെഹന്തി ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ്. അവിടെ ന്യൂ ബോൺ മുതൽ വയസ്സായവർക്ക് വരെയുള്ള എല്ലാ രീതിയിലുള്ള ഡ്രസ്സും അവിടെ കിട്ടും. ഇവിടെ ആകുമ്പോൾ വിമൻസ് ഓൺലി ആണ്. മാത്രമല്ല കുറച്ചുകൂടെ ട്രെൻഡി വെയറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. നമ്മളിപ്പോൾ ഇവിടെ വന്നുള്ളതിൻ്റെ ഉദ്ദേശം ദീപുവിന് 2 ടോപ്പും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് മാത്രമല്ല ഇവിടെ 499, 599, 699 ഇങ്ങനെ ടോപ്പുകൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഓഫർ ഉണ്ട്. ഇങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് ഓഫർ പെട്ടെന്ന് അറിയാൻ പറ്റുന്നുള്ളൊരു ഗുണം കൂടി ഇല്ലേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ റോയൽ വെഡ്ഡിങ് ഫെസ്റ്റിവൽ നടക്കണോണ്ടേ നല്ല രീതിയിലുള്ള ഓഫർ മെഹന്തിയിലുണ്ട്, മെഹന്തി ഫെയറി ടൈൽസിലുണ്ട്. ഞാനും ദീപും മാത്രമുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ കൂടുതലും FTയിലേക്ക് വരാറ്, അതായത് ഫെയറി ടൈൽസിലേക്ക്. കാരണം ദീപുവിന് പറ്റുന്ന ടോപ്പ് കൂടുതലും ഇവിടെ നിന്ന് കിട്ടാറ് കേട്ടാ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഓഫർ സോണാണ്. 50% വരെ ഡിസ്കൗണ്ടുള്ള ഐറ്റംസ് ഈ ഭാഗത്തുനിന്ന് കിട്ടും. മെഹന്തി വെഡ്ഡിങ് മാളിലെ പോലെ മെഹന്തി ഫെയറി ടൈൽസിലും നല്ല ബ്രൈഡൽ കളക്ഷൻസ് ഉണ്ട്. എന്തായാലും ഈ വഴി പോയതല്ലേ, ചുമ്മാ ഒരു ലാച്ചെടുത്തിട്ട് ദീപുവിന് വെച്ചോക്കാന്ന് വിചാരിച്ചു. ലാച്ചൊക്കെ എടുത്തു വന്നപ്പോഴേക്കും ദീപു ഞങ്ങളൊക്കെ ക്ഷീണിച്ചു. നല്ല വിശപ്പുണ്ടേ. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ 2 ടോപ്പ് എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ മാവേലിയോട് ബായൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇറങ്ങി. നല്ല വിശപ്പുണ്ടേ. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞു. നേരെ ചാവക്കാടുള്ള സമുദ്ര റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. കുറച്ച് പണിത്തിരക്കുള്ളതുകൊണ്ട് ഊണ് കഴിക്കാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണുപ്രോ പോയി. ചാവക്കാടത്തെ വലിയ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻ്റാണ് സമുദ്ര റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ മുമ്പ് കഴിച്ചിട്ടുള്ളത്. ഊണ് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണേ. ദീപുവും അമ്മയും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നണില്ല. ഞാനും മേമയും അമ്മയും ഊണ് പറഞ്ഞപ്പോൾ ദീപുവിന് ഒരു ബിരിയാണിയാണ് പറഞ്ഞത്. സാമ്പാർ, അവിയൽ, കാബേജ്, അച്ചാറ്, മോര്, രസം, പിന്നെ പാലട പായസം ഉണ്ടായിരുന്നു. മേമ ആദ്യം തന്നെ മോരെടുത്ത് കുടിച്ചു. നല്ല പച്ചമുളകിൻ്റെ എരിവൊക്കെ ഉള്ളൊരു മോരായിരുന്നു. പാലട കൊണ്ടെന്ന് വെച്ചപ്പോഴേക്കും ദീപു അതുമ്മലിക്ക് നോട്ടട്ടെ. ഒരിത്തിരി പാലട അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദീപുവിൻ്റെ ബിരിയാണി എത്തിയിട്ടാ. പാലട കിട്ടിയ സ്ഥിതിക്ക് ഇനി അത് കഴിഞ്ഞിട്ടേ ദീപു ബിരിയാണി മേലിക്കുള്ളൂ. സാമ്പാറെടുത്ത് മൊത്തമായിട്ട് ചോറിലേക്ക് ഒഴിച്ചപ്പോൾ മനസ്സിലായത് സാമ്പാറിൽ ഇത്തിരി വെള്ളം കൂടുതലാണ്. അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പപ്പടം എടുത്ത് അങ്ങോട്ട് പൊടിച്ചു. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് വെൽ ബാലൻസ്ഡ് ആക്കി. ഇപ്പോഴാണ് സംഗതി അങ്ങോട്ട് സെറ്റായത്. കാണുമ്പോൾ ഇത്തിരി ലൂസായിട്ടുള്ള സാമ്പാറാണെങ്കിലും സംഗതി ഉഷാറായിട്ട് കേട്ടാ. നല്ല സാമ്പാർ. ഞാനൊരു പിടി ചോറും ഉണ്ട് ഇത്തിരി വെള്ളം കുടിക്കുമ്പോഴേക്കും ദീപു ആ പാലട മൊത്തം തീർത്തു കേട്ടാ.
ഇവരിവിടെ ബിരിയാണി സെർവ് ചെയ്യണത് കുടുക്കയിലാണ്. അത്യാവശ്യം നല്ല ഹെവി ക്വാണ്ടിറ്റി ഉള്ള ഒരു ബിരിയാണിയാണ്. തിക്കി നിറച്ചിട്ടുള്ളതുകൊണ്ടേ വലിച്ചിട്ടങ്ങോട്ട് കിട്ടണില്ലേ ദീപുവിന്. മടുത്തപ്പോൾ പിന്നെ ആള് കൈകൊണ്ടായി പ്രയോഗം. ദീപുവിന് ഒരു എക്സ്ട്രാ പാലടയും കൂടി ആ ചേട്ടൻ കൊണ്ടുവന്ന് വെച്ചുട്ടാ. എൻ്റെ മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് ഒരു പപ്പടം പൊടിച്ചിട്ട് ദീപും സ്റ്റാർട്ട് ചെയ്തു. നല്ല കിടിലൻ ബിരിയാണി എന്ന് കേട്ടപ്പോൾ എനിക്കും കൊതിയായി. സത്യത്തിൽ ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് ഊണ് കഴിക്കാനായിരുന്നു പ്ലാൻ. ഇപ്പോൾ വിഷ്ണുവാണ് പറഞ്ഞത് സമുദ്രത്തിലത്തെ ഊണ് കുഴപ്പമില്ലാന്ന്. എന്തായാലും അത് തെറ്റിയില്ല, നല്ലൊരു ഊണായിരുന്നു. അധികം കറികളൊന്നുമില്ലെങ്കിലും ഉള്ളത് ഇത്തിരി അവിയലായാലും കാബേജ് ആയാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു. ബിരിയാണി കൊടുക്കയുടെ ഉള്ളിൽ നിന്ന് ദീപുവിനൊരു മുട്ട കൂടി കിട്ടിയിട്ടാ. അപ്പോൾ എനിക്ക് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കുറച്ച് ബിരിയാണി റൈസ് തന്നാൽ മതി. ദീപു പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, നല്ല സൂപ്പർ ദം ബിരിയാണി. പിന്നെ നാരങ്ങച്ചാറാണെങ്കിൽ ഒരു രക്ഷയില്ല. ദീപുവിന് നാരങ്ങച്ചാറിനേക്കാൾ ഇഷ്ടമായത് ഞങ്ങൾക്ക് ഊണിൻ്റെ ഒപ്പം കിട്ടിയ മാങ്ങച്ചാറ. അതും നല്ല അടിപൊളി അച്ചാർ തന്നെയായിരുന്നു കേട്ടോ. മേമയുടെ അമ്മയുടെയും ഊണ് കഴിയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു എക്സ്ട്രാ ബിരിയാണി റൈസും കൂടി പറഞ്ഞു. ദീപുവിൻ്റെ നിന്ന് കിട്ടിയ ആ ബിരിയാണി എനിക്ക് അങ്ങോട്ട് ഒരു സുഖമായില്ല. കുറച്ച് മസാലയും കൂടി എക്സ്ട്രാ പറഞ്ഞിട്ട് ആ മസാലയും ബിരിയാണിയുടെ റൈസും കൂടിയിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. സത്യം പറയാലോ, ചിക്കനൊന്നും വേണ്ട ആവശ്യമില്ല. ഈ റൈസും ഇച്ചിരി മസാലയും കിട്ടിയ അതന്നെ മതി. എന്തായാലും ഇന്നത്തെ ഊണ് ഉഷാറായി. ഹാപ്പി ദീപോ? എത്ര പായസം കുടിക്കോ? മുഴുവൻ കുടിക്കോ? എൻ്റെ പായസം ദീപ് കഴിച്ചെങ്കിലും കുറച്ച് പാലട പായസം അമ്മ എനിക്ക് തന്നുട്ടാ. അധികം മധുരം കഴിച്ചാൽ എനിക്ക് മട്ടുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ കഴിക്കാം. ദീപുവിന് പിന്നെ അങ്ങനെ ഒന്നുമില്ല, എത്ര മധുരം വേണമെങ്കിലും അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ നേരെ തിരുവത്രയ്ക്ക് പോയി. ആദ്യം തന്നെ പാപ്പനെ കണ്ടിട്ട് പാപ്പന് ഓണക്കോടി കൊടുക്കാമെന്ന് വിചാരിച്ചു. മേമ പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. എൻ്റെ കുഞ്ഞു മേമയുടെ പേര് ജലജ എന്നാണ്. പാപ്പൻ്റെ പേര് ഹരിചന്ദ്രൻ എന്നാണ്. ചന്ദ്രപാപ്പൻ ഇപ്പോൾ എന്തോ ഒരു മീറ്റിംഗ് ആയിട്ട് പുറത്ത് പോയിരിക്കുകയാണ്. ഷോപ്പിങ്ങും ഫുഡ് അടിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ക്ഷീണമായി. എന്നാൽ പിന്നെ കുറച്ച് നേരം ഈ തറയിലും അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തണുത്ത വെള്ളം വെച്ചാൽ മതി ഫ്രിഡ്ജിൽ. ഓണം പ്രമാണിച്ച് ഷോപ്പിംഗ് കഴിഞ്ഞത് ബാഗ് എല്ലാവർക്കുള്ള ഓണക്കോടി ഇതിലുണ്ട് അല്ലേ ദീപുവിന് പിന്നെ ഫെയറി ടൈൽസിൽ നിന്ന് എടുത്ത് അത് ഇതിലുമുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പാപ്പ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാപ്പൻ തന്നെ ആദ്യം ഓണക്കോടി കൊടുത്തു. ഹാപ്പി ഓണം മേമ. അക്ഷയ്ക്ക് ഹാപ്പി ഓണം. പിടിച്ചോ, ഹാപ്പി ഓണം. തിരിച്ചിട്ട് ഹാപ്പി ഓണം പറ. അതുണ്ടാവില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ രണ്ടാമത്തെ വല്യമ്മയായിട്ടുള്ള പ്രഭമ്മയ്ക്കും ഞാൻ ഓണക്കോടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വല്യമ്മ നല്ലൊരു വേഷത്തിലല്ല ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ വരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.